ഹലോ, ഐ ആം ബീബിൾ. വെൽക്കം ടു ജബാമിയ. ഒന്ന് മലയാറ്റൂർ പോയി വന്നാലോ? ഭയം. ഇപ്രാവശ്യം പ്ലെയിനിൽ നിന്ന് നമ്മൾ മേലേന്ന് മലയാറ്റൂരിൻ്റെ വ്യൂ ഒക്കെ കണ്ടതുകൊണ്ട് എയർപോർട്ട് കണ്ടിട്ട് മലയാറ്റൂർക്ക് പോകാമെന്ന് പറഞ്ഞു. വിശന്നാ നിങ്ങൾ നിങ്ങളല്ലാതാവെന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേഗം കയറി ഒരു സ്ഥലത്ത് നിന്ന് ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ വീട്ടിൽ നിന്ന് അറൗണ്ട് 2 hours ഉണ്ട് കേട്ടോ ഡ്രൈവ്. അങ്ങനെ ആ താഴത്തെ ചെറുപള്ളിയൊക്കെ കണ്ടു. അവിടെ നമ്മൾ യൂഷ്വലി ഇറങ്ങാറില്ല, അതുകൊണ്ട് ഇപ്രാവശ്യം ഇറങ്ങിയില്ല. നേരെ വിട്ടു മലയാറ്റൂർക്ക്. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ് മലയാറ്റൂർ പള്ളിയിലെ പെരുന്നാൾ. ഇത്രയും കാലം എല്ലാ കൊല്ലം മുടങ്ങാതെ മലയാറ്റൂർ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ദിവസം ഞങ്ങൾ വരാറില്ല. കാരണം പൊതുവേ ഈ ദിവസം ഇവിടെ ഭയങ്കര തിരക്കാന്ന് കേട്ടിട്ടുണ്ട്. ഭയങ്കര തിരക്കില്ലെങ്കിലും ഇന്ന് കുറച്ചൊക്കെ തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ ആഗ്രഹം പറഞ്ഞ് കയറി. ഈ മല അപകടമൊന്നും ഇല്ലാതെ കയറി ഇറങ്ങാൻ പറ്റണം, അതായിരുന്നു ആദ്യത്തെ ആഗ്രഹം. എന്തായാലും ഒന്നാം സ്ഥലം എത്തണേക്കാൾ മുമ്പ് 2 പ്രാവശ്യം ഇരുന്നിട്ടായിരുന്നു പോയത്. അത്യാവശ്യം നന്നായി ടയേർഡായിരുന്നു. ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒക്കെ ആയിരിക്കില്ലേ. എന്തായാലും ഞാനും ഡാഡിയാണ് ഉള്ളത്. വലിയ കുഴപ്പമില്ല. രണ്ടുപേർക്കും ഒരേപോലെയാണ് കിതപ്പും കാര്യങ്ങളൊക്കെ. ഡാഡിയുടെ 50കളിലും ഞാൻ എൻ്റെ 20കളിലും ആണെന്ന് മാത്രം. അങ്ങനെ 12ാം സ്ഥലമായപ്പോൾ ഒന്ന് മെഴുതിരിയൊക്കെ കത്തിക്കാമെന്ന് ചോദിച്ചു. എന്തായാലും കർത്താവ് മരിച്ച സ്ഥലമല്ലേ. പിന്നെ അവിടെ നിന്ന് നേരെ പോയത് സെൻറ് തോമസ് ചാളിക്കായിരുന്നു. അവിടെ നിന്ന് ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് പിന്നെയും കയറി. എന്തായാലും എത്താറായല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. ഞാൻ പറയില്ലേ, അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്തായാലും സംഭവം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഇനിയെല്ലാം പുണ്യാളം നോക്കട്ടെ അല്ലേ. ഏകദേശം 1.25 മണിക്കൂർ എടുത്തു ഞങ്ങൾക്ക് കയറാനായിട്ട്. ഞങ്ങൾ യൂഷ്വലി ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കാറുണ്ട്. അത് കാരണം ഇതത്ര കൂടുതലൊന്നുമല്ല കേട്ടോ. പിന്നെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് തൊട്ടുമുത്തിയൊക്കെ വന്നു. ആന കുത്തിയ പള്ളിയും ആന കുത്താത്ത പള്ളിയും പിന്നെ കാൽപാദവും പിന്നെ കിണറും അത്ഭുത ഉറവാന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ അവിടെ കുറേ നേരം ഇരുന്നു, ഒന്ന് റെസ്റ്റ് എടുത്തു. എല്ലാ സ്ഥലത്തും ഇരുന്നതല്ലേ, അപ്പോൾ പിന്നെ മുകളിൽ ഇരിക്കാതിരുന്ന പുണ്യാളനത് വിഷമാവില്ലേ. എങ്ങനെ ഈ കാൽപാദത്തിൻ്റെ ഏരിയ കഴിഞ്ഞിട്ട് അവിടെ കുറച്ചൊരു വിശാലമായ സ്ഥലമുണ്ട്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ഞങ്ങൾ ചില ദിവസങ്ങളിൽ പകൽ വരാറുണ്ട്, അതിരാവിലെ എഴുന്നേറ്റ് വരാറുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ നല്ല വ്യൂ ആണ്. ഏകദേശം ആ പോയിന്റിലായിട്ട് വരും നമ്മുടെ എയർപോർട്ടൊക്കെ. അങ്ങനെ താഴോട്ട് ഇറങ്ങുന്നത് അത്രയ്ക്ക് ടാസ്ക്കുള്ള കാര്യമല്ല. ഒന്ന് സൂക്ഷിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എത്തും. പിന്നെ എവിടെയും വെയിറ്റ് ചെയ്യാൻ നിൽക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മുകളിൽ ചെറിയ മഴ കിട്ടിയെങ്കിലും ഞങ്ങൾ താഴെ എത്തിയപ്പോൾ അത് നല്ല മഴ കിട്ടിയിട്ടുണ്ട്.